ഹലോ അജയ്, ട്രോപ്പിക്കൽ ടെറസ് ഗാർഡൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ കുറേ മാവിൻ്റെ പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇതിവിടെ നാഷണൽ റോസ് ഗാർഡൻ മാടക്കത്തറയിലാണ് ഞാനുള്ളത്. ഈ നഴ്സറി നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. ഇവിടെ വേറൊരു മാവ് കാണുന്നുണ്ട്, ഹൈ സെൻറ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നല്ല ഹൈ സെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സെൻറ്റുള്ള, നല്ല സുഗന്ധമുള്ള മാവ് ആയിരിക്കാം, മാങ്ങ ആയിരിക്കാമെന്ന് തോന്നുന്നു. ഇത് ബ്യൂട്ടി പ്രിൻസ് ആണ്. ബ്യൂട്ടി പ്രിൻസ് ഇപ്പോൾ വളരെ നല്ലൊരു മാങ്ങയാണ്. ഇതൊക്കെ നമ്മുടെ കളക്ഷനിൽ നമുക്ക് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു 3 അടിയോളം വലിപ്പമുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം ധാരാളം വെറൈറ്റി മാവുകൾ കാണുന്നുണ്ട്. ഏതായാലും ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാവുന്ന ധാരാളം മാവുകൾ ഇവിടെ കാണുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ സൂപ്പർ ക്വീൻ്റെ ചെറിയ പ്ലാന്റ് ആണ്. ഒരു 2.5 അടി ഹൈറ്റ് ഉണ്ട്. 400 രൂപയാണ് വില എഴുതിയിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള മാവുകൾ നമുക്ക് പല ഹൈറ്റിലുള്ളതും കാണുന്നുണ്ട്. സൂപ്പർ ക്വീനിൻ്റെ മാവുകളാണ് ഇതെല്ലാം കാണുന്നത്. ഇത് ഏതാണെന്ന് നോക്കാം. യു സാം റോഡ് എന്നുള്ള മാവാണ് ഈ കാണുന്നത്. 500 രൂപ വില എഴുതിയിട്ടുണ്ട്. ഇത് ജയന്റ് ഡ്രീം എന്ന് പറയുന്ന ഒരു മാവിനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ജയന്റ് ഡ്രീം. ഏതായാലും നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ധാരാളം മാവ് ഇവിടെ കാണുന്നുണ്ട്. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് നടന്ന് കാണാവുന്ന ധാരാളം മാവിനങ്ങൾ ഇവിടെ കാണുന്നു. സ്വീറ്റ് പ്രിൻസിൻ്റെ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. സ്വീറ്റ് പ്രിൻസ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ധാരാളം മദർ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. ഈ മദർ പ്ലാന്റിൽ നിന്നും നമ്മൾ കട്ടിങ്സ് ഒക്കെ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ ബഡ് ചെയ്തുണ്ടാക്കുന്ന മാവുകളാണ് ഇവിടെ കൂടുതലും കാണുന്നത്. അപ്പം ഇനി ഇത് ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഇപ്പം തന്നെ കുറേ നടന്നിട്ട് അത് സമയം കഴിഞ്ഞിട്ടുണ്ട്. കുറേ സമയമായി ഇപ്പോൾ ഇവിടെ നടക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ. ഇത് നമ്മളറിയാത്ത വേറൊരു മാവ്, കാതിരി എന്ന് എഴുതിയിരിക്കുന്നു. ഇതുകം പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് മാവുകളെ പറ്റി പഠിക്കാം ഇതെന്താണെന്നുള്ളത്. ഇത് ഏത് നാട്ടിലെയാണോ, ഇന്ത്യൻ വെറൈറ്റി ആണോ അതോ ഫോറിൻ വെറൈറ്റി ആണോ എന്നൊന്നും കുറേയൊക്കെ പഠിക്കാനുണ്ട്. സാങ്ഡിയാങ്ങിൻ്റെ അതായത് ബനാന മാംഗോയുടെ വലിയ തൈകൾ ഇവിടെ കാണുന്നു. വിലയൊന്നും എഴുതിയിട്ടില്ല. വൈറ്റ് ഞാവലെല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലും ഈ വൈറ്റ് ഞാവലൊക്കെ പൂത്ത് തുടങ്ങി. ഇവിടെ ഇതുപോലെ ധാരാളം വലിയ വലിയ കവറിലുള്ള വലിയ മാവുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നാഷണൽ റോസ് ഗാർഡനെ നേരിട്ട് സമീപിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിലകളൊക്കെ അറിയാം. ഇത് ജഹാംഗീർ മാങ്ങയാണ്. ഏകദേശം 3 അടിയോളം വലിപ്പമുള്ള ജഹാംഗീറിന് ഇവിടെ 150 രൂപ വിലയാണുള്ളത്. ഇപ്പുറത്ത് ദശേരി ഉണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ വെറൈറ്റിയാണ്. ഉത്തർപ്രദേശാണ് ഇതിൻ്റെ പ്രധാന സ്ഥലം. അതിൻ്റെ 200 രൂപ വിലയുള്ള മാവുകൾ ഇവിടെ കാണുന്നുണ്ട്.
ഇവിടെ വേറൊരു മാവ് കാണുന്നുണ്ട്. പക്ഷെ അത് ചാങ്ഡിയാങ് തന്നെയാണ്. അമ്രപാളി നീലം എന്ന് പറഞ്ഞൊരു വെറൈറ്റി കാണുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചു എന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. അമ്രപാളി നീലം. അമ്രപാളി ഒരു വളരെ മികച്ച ഇനം മാവ് ആണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് നടാവുന്ന അല്ലെങ്കിൽ മാവാണ്. ഇതൊരു ഹിമായുധി നീലം എന്നുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിനെപ്പറ്റി ഒരു നല്ല അഭിപ്രായമാണ് പൊതുവെ കേട്ടിട്ടുള്ളത്. ഏകദേശം ഒരു 3 അടി വലിപ്പമുള്ള തൈകളാണ് ഇവിടെ ഉള്ളത്. ഇത് സിദ്ധു ജാക്കാണ്. അതിൻ്റെ ചെറിയ തൈകളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ചക്കയുടെ ചെടികൾ വളർത്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് പലതരം കളക്ഷൻ ഇവിടെ ഉണ്ട്. ഡ്വാർഫ് വെറൈറ്റികൾ കാണുന്നു. മലേഷ്യൻ ഡ്വാർഫ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെയും പലതരം മാവുകളുടെ അതർ പ്ലാന്റ്സ് കാണാം. ഇത് ജയിലർ എന്നുള്ള മാവാണ്. അതിൻ്റെയും നല്ലൊരു മാവ് ഇവിടെ കാണുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ധാരാളം അതർ പ്ലാന്റ്സ് നമുക്ക് കാണാം. മാംഗോസിൻ്റെ വിവിധ വലിപ്പത്തിലുള്ള തൈകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നല്ല കവർ സൈസുള്ള, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള മാംഗോസ്റ്റാണ്. 5-6 വർഷം വരെ പ്രായം ഉണ്ടാവും. അത്തരത്തിലുള്ള ധാരാളം മാംഗോസ്റ്റ് ഇവിടെ കാണാൻ പറ്റി. ഇപ്പോൾ ടാഗൊന്നും കണ്ടില്ല. പലതരം മാവുകൾ ഇവിടെ ഉണ്ട്. ഇത് ആലമ്പൂർ ബനേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. കാലാപ്പാടി, അതിൻ്റെ ക്രോസ് ആയിരിക്കും. ആലമ്പൂർ ബനേഷൻ കാലാപ്പാടി എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മാവ് ഇവിടെ കാണുന്നുണ്ട്. ഇത് കോശ്ശേരി മാവാണ്. ഏകദേശം ഒരു 4 അടിയോളം ഹൈറ്റ് ഉണ്ട് ഇതിന്. ഇത് വിലയൊന്നും എഴുതിയിട്ടില്ല. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബാരി 11 മാവിൻ്റെ നല്ലൊരു കളക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പലതരം മാവുകൾ ഇവിടെ കാണുന്നുണ്ട്. ധാരാളം മദർ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പല മരങ്ങളുടെയും മദർ പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്ത പ്ലാന്റുകളാണിതെല്ലാം. മിൽക്ക് ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണിത്. മുകളിൽ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. മിൽക്ക് ഫ്രൂട്ട് കാണാൻ നല്ല ഒരു ഭംഗിയുള്ള ഇലകളാണ്.
എല്ലാം അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചെറിയ ചെറിയ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് കോട്ടുകോണത്തിൻ്റെ മാവുകളാണ് ഈ കാണുന്നത്. കോട്ടുകോണം എൻ്റെ കളക്ഷനുള്ള മാവാണ്. തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മാവ് എന്ന് പറയുന്നു. ചെറിയൊരു ഫൈബറോട് കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് കോട്ടുകോണം. ഒട്ടനവധി മാവുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് ഓരോന്നും ഒന്ന് പോയി നോക്കാം. ഏതായാലും ഒരു മാവിൻ്റെ കളക്ഷൻ കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ മികച്ച മാവിനങ്ങൾ NR ഗാർഡനിലുണ്ട്. ഇവിടെ കളക്ടവറൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ നാഷണൽ റോസ് ഗാർഡൻ മടക്കത്തറ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് ഞങ്ങൾ പ്രധാനമായിട്ട് സെലക്ട് ചെയ്തത് ഒന്ന് മനോരഞ്ജിതം എന്നുള്ള മാവാണ്. ഒരു 3 അടിയിൽ തൊട്ട് 4 അടി വരെ ഹൈറ്റ് ഉണ്ട്. ഇത് 450 രൂപ വില വന്നു. ഇത് ഷീ എന്ന് പറയുന്ന മാവാണ്. ഇത് കുറച്ച് വിലയുള്ള മാവാണ്. 1000 രൂപയോളം വില വരുന്നുണ്ട്. ഇത് ഗോലക് നാംഡോക്മായി മുൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് നീലം അമ്രവാളി നീലം എന്നുള്ള വെറൈറ്റിയാണ്. ഇതിന് 250 രൂപ വിലയാണ് വരുന്നത്. ഗോലക്കിന് 400 ആണ്. അപ്പോൾ ഇന്ന് നാഷണൽ റോസ് ഗാർഡൻ തൃശ്ശൂരിലെ പലതരം മാവുകളെയും പലതരം പ്ലാന്റ്സിനെയും കാണിച്ചു. ഒരു ദിവസം കറങ്ങിയാലും തീരാത്തത്ര മരങ്ങളുടെ കളക്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആർക്കും ഇവിടെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് വാങ്ങാവുന്നതാണ്. ഞാനിവിടെ 3-4 വർഷം മുമ്പൊക്കെ വന്ന് വാങ്ങി വെച്ച പല മാവുകളും ലോങ്ങൻ തുടങ്ങിയ പലതരം ഫ്രൂട്ട് പ്ലാന്റ്സും കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ മാവുകൾ പലതരം ഫ്രൂട്ട് പ്ലാന്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷവുമായിട്ട് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.